മഴ പെയ്യുന്നല്ലാതെ എന്താ കാര്യമല്ലേ? ചൂടാൻ വിട്ടുപോയില്ല, പെരും ചൂടാണ്. അല്ലേ കുട്ടിയെ മാറാ നമ്മുടെ റബ്ബെന്ന് പോലെ അടിച്ചടിക്കൊന്നുമില്ല. എവിടെ പിറ്റേ പണി നേരെ പോയതൊന്നും മഴയെ അല്ലേ ഒരു കുട്ടിയേക്ക് ഉമ്മാനെ വിചാരിച്ചിക്കാണ് ഒന്നുമില്ലാതെ. എന്താ വെച്ചാ ഉമ്മമാനെ വിളിച്ചാ സ്കൂളില്ലാത്തോണ്ട് സുഖമായില്ലേ? പിന്നെ ഇത് പോയിട്ട് ഉമ്മമാരൊക്കെ പറ വീട് മണക്കൊണ്ട് വാങ്ങിക്കാം. ഇപ്പൊ പറ കഞ്ഞിയൊക്കെ പോയി ചോദിച്ചൊക്കെ ഉമ്മമാളെ പൈസ പള്ളിക്കാലം അറിയാം. കൂട്ടാനായിട്ടില്ല എന്ന് പാകാനല്ലേ? നേരം ഒരു മണി കഴിഞ്ഞു പള്ളിക്കാലയിട്ട് മതി. എനിക്കാണെങ്കിൽ ഗ്യാസിന്റെ അസുഖമുള്ള കാരണം അത് നിങ്ങൾ എൻ്റെ അമ്മമാർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. രണ്ടാരാക്കിയിട്ട് ഓരോ ഹോട്ടലിൽ നടക്കണമെന്നല്ലേ കൂട്ടം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ പൈസ ഇടുന്നാലും വേണ്ടില്ല, പട്ടിണി ഇടുന്നാലും വേണ്ടില്ല. ഇപ്പൊ എന്താ ഇവിടെ? ഇപ്പൊ എന്താ അതിൻ്റെ ഉള്ളില് പറയാൻ വിളിച്ച മീൻ വിളിച്ചാൽ ലേശം മീൻ വാങ്ങി കൊടുക്ക. ഞാൻ കൊടുന്ന നട്ടാൻ ഇങ്ങനല്ലേ ഈ കണ്ടുപോയാട്ടെ. ഈ കുടിക്ക് മീമാണെന്ന് എന്താ പറ്റ കാര്യമാണ്? അനക്ക് എങ്ങനെ ജീവിച്ചാലും നീ കണ്ടിക്കണം. അല്ല എങ്ങനെ ജീവിച്ചാലും നീ കണ്ടിക്കണേ. ഈ കണ്ടുപോട്ടെ ഇതിനെനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കൊല്ലത്തിന് കൊല്ലത്തിൽ ഇങ്ങനെ പോലാണ്. പിന്നെ ചെങ്ങായി എന്റെ പെണ്ണുകൾക്കും കുട്ടികൾക്കും ചെലവിന് ഞാനാ കൊടുക്ക. ഞാൻ ഗൾഫിൽ പോയെന്ന് വയസ്സനായ തെണ്ടിച്ചിന് തിന്നാൻ കൊടുക്കാൻ നല്ല കൊടുത്തിരുന്നു. എന്താ കെട്ടി കൊടുക്കണേ? ഗൾഫിൽ പോയി 5-8 കൊല്ലം പോയി നിന്ന് അന്നൊക്കെയാ നല്ലത്. ഒരു പണിയും തൊഴിലില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കും കണ്ടുകൂടാ. അതന്നെ അതിപ്പോ നാട്ടില് നിങ്ങളെ സ്വഭാവം മാത്രല്ല എല്ലാ പെരിയിലുള്ള അവസ്ഥ അങ്ങനെ തന്നെ. അപ്പൊ ഇപ്പൊ നിങ്ങളെടുത്ത് പൈസ ഉണ്ട് എന്നിട്ട് ഇല്ലാന്ന് പറയും ചെയ്യ, എന്നിട്ട് ഇന്നോട്ട് ഇല്ലാത്ത ഇന്നോട്ട് മീൻ കൊണ്ടിരിച്ച. ഇതൊക്കെ നല്ല സ്വഭാവം തന്നെയാണ്. ഇതാണ് ചൂടാവും ചെയ്യില്ല. നല്ല ഇതാണല്ലോ. അല്ല ഒരു മീനിന്റെ കാര്യമുള്ള ഇപ്പൊ ഒരു കുടിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലേ? വേറെ കാര്യങ്ങളൊന്നുമില്ലേ? ചെങ്ങായി ഇവിടെ നേരം പോയിട്ട് മോചനം ഉപ്പിയൊക്കെ വല്ല കണക്കുണ്ടോ? വേറെ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നില്ല. ഇപ്പൊ പൈസ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. വെറുതെ ഉണ്ടായത് അത് പറഞ്ഞെ ഞാൻ ഇജ്ജ് തെണ്ടിച്ചുണ്ടാക്കിയ കാലഘട്ടമൊന്നല്ല. നമുക്ക് എന്റെ കാലഘട്ടം നിങ്ങളെപ്പ അന്നോടുണ്ടായി. അല്ലെ ഇപ്പൊ നിങ്ങൾ ഈ മേലക്കുമ്പിക്ക് കീപ്പിട്ടല്ലേ നടന്നിട്ടുണ്ട്. ഇന്റെ ഒപ്പം അന്ന് ഞാൻ ഒന്ന് കളിക്കുന്നത് ഇന്റെ കണ്ടേ. ഞാൻ ഇജ്ജ് എന്താണ്ടൊക്കെ ഉള്ളത് എല്ലാ തന്തായ സ്വഭാവം. നിങ്ങളിത് പൈസ ഉണ്ടായിട്ട് ഇപ്പൊ നിങ്ങള് മീൻ വാങ്ങാതെ വരിക, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഏൽപ്പിക്കുക. അതാണ് ചോറില്ല മീനില്ലാതെ. അപ്പൊ ഞാൻ ഇതിനൊക്കെ പറയാം. ഒരു സാധനം ഇപ്പൊ ഇന്നലെ നേരം വെക്കാൻ കാലത്ത് പോയത് 4 മണിക്കൂറായിട്ട് അപ്പോഴത്തെ വിധി പോകുന്നു. എന്തൊരു ചെങ്ങായി തരികൊന്നുമില്ല. നമുക്ക് ഒരു പെണ്ണ് വെച്ചെടുക്കാൻ പോകുന്നതിന്റെ പിന്നാലെ ഇതിനിങ്ങനെ നടക്കാൻ അല്ലാത്തവരെ ഇത് എന്ത് ജാതി എന്ത് കാണാം അവരവിടെ. അതൊരു കുടിക്കെത്തിയോ? അല്ല ഇപ്പൊ എന്താ അർജന്റായിട്ട് വന്ന് കുട്ടീനെ കാണാനേ. ഇന്ന് കണ്ടോ? ഇവിടെ പട്ടി പോയിട്ട് അവിടുന്ന് പട്ടി പോയിട്ട് ഒരു പേറ്റ് പപ്പടം വാങ്ങിക്കൊള്ളു. ഇന്ന് കൂട്ടാനാ മതി. അല്ല അപ്പൊ ഇതിന് ഇറച്ചി പോയി വാങ്ങാൻ കജൂല പണി അല്ലേ? ഇപ്പൊ പെണ്ണ് വന്ന് പേച്ചിട്ടുണ്ടാവുക ഇതുവരെ പെണ്ണ കൂടാറിഞ്ഞാല് കോഴിയായിട്ട് ചോറ് വെച്ച കാച്ചിട്ട് കോയിനാക്കിയ മതിയായി. അപ്പൊ നോക്കിയാല് പൂളും വരുന്നു നാണ അവസാനം മനുഷ്യന്മാരായാലും. അപ്പൊ ഞാൻ പപ്പടം വാങ്ങിക്കൊണ്ട ചെല്ലേ വേഗം പോയാ പപ്പടം വാങ്ങിക്കൊണ്ട. അപ്പൊ വീട്ടിൽ വരും വേമാട്ടോ. എന്തേ സൈക്കിള്? അങ്ങോട്ട് സൈക്കിൾ അല്ലാണ്ട് പണയ തച്ചോണ്ടാ നിൽക്കണം. സൈക്കിള് വേറെ ഒന്നും ഓർമ്മല്ലേ? ചെറിയ സാധന സൈക്കിള്. കോഴിക്കോടിനാണ് ബാപ്പയും മക്കളും ഒക്കെ കണക്കാണ്.